നമ്മളൊക്കെ നമ്മുടെ ക്രിസ്മസ് അലങ്കാരങ്ങളോടനുബന്ധിച്ച് ഏറ്റവും ആദ്യം നമ്മുടെ വാതിലുകളിൽ തൂക്കുന്ന ഒരു റൗണ്ട് ഷേപ്പിലുള്ള അല്ലെങ്കിൽ ഒരു റീത്ത് പോലെ ഇരിക്കുന്ന ഒരു അലങ്കാര വസ്തു നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? അതിനകത്ത് നല്ല പച്ച കൂർത്ത മുള്ളുകൾ പോലെ ഇരിക്കുന്ന ഇലകളും ചുവന്ന പഴങ്ങളും ഒക്കെ ഹോളി എന്ന് പറയുന്ന ഒരു ചെടിയുടേതാണ്. ഈ ചെടി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. നമുക്കറിയാം, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നല്ല തണുപ്പാണ്. എല്ലാ മരങ്ങളുടെ ഇലകളൊക്കെ പൊഴിഞ്ഞ് ആകമൊത്തൊരു ശൂന്യമായ അവസ്ഥയാണ്. എന്നാൽ ഈ ഹോളി എന്ന് പറയുന്ന ചെടിയിൽ നല്ല പച്ച ഇലകളും ചുവന്ന പഴങ്ങളും ഒക്കെ ആയിട്ട് ആ ഒരു കാലഘട്ടത്തിന്റെയും അതുപോലെ തന്നെ വരാനിരിക്കുന്ന വസന്ത കാലഘട്ടത്തിന്റെയൊക്കെ മുഴുവൻ പ്രതീക്ഷയായിട്ടാണ് ഈ ഹോളി എന്ന് പറയുന്ന ചെടി നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ ഈ ഹോളി എന്ന് പറയുന്ന ചെടിയുടെ പച്ച ഇലകൾ അതിന്റെ അറ്റം ഇങ്ങനെ മുള്ളുകൾ പോലെ കൂർത്താണ് ഇരിക്കുന്നത്. ഇത് ഈശോയുടെ മുൾക്കിരീടത്തെയും അതുപോലെ തന്നെ ഈ ചുവന്ന പഴങ്ങള് ഈശോയുടെ മുഴുവൻ കാൽവരി യാത്രയിൽ ഈശോ ചിന്തിയ ഓരോ തുള്ളി രക്തത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. ചില സ്കാൻഡിനേവിയൻ ഭാഷകളിൽ ഹോളി എന്ന വാക്കിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ കിരീടം എന്നാണ്. അതുപോലെ തന്നെ വിക്ടോറിയൻ കാലഘട്ടത്തിന് മുന്നേ ക്രിസ്മസ് ട്രീ എന്ന് സൂചിപ്പിച്ചിരുന്നതും ഈ ഹോളി എന്ന് പറയുന്ന ചെടിയാണ് കേട്ടോ. ആ ഒരു കാലഘട്ടത്തിൽ മതപീഡകരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടയാളമായിട്ടും ഈ ഹോളി എന്ന് പറയുന്ന ചെടി കൊണ്ടുള്ള പല സാധനങ്ങളും അന്നത്തെ ആൾക്കാർ വാതിലുകളിൽ തൂക്കിയിരുന്നു എന്നും ചരിത്രം പറയുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹോളി എന്ന വാക്കിന്റെ അർത്ഥം പരിശുദ്ധം എന്നാണ്. അപ്പോൾ പരിശുദ്ധമായിട്ട് വേണം നമ്മൾ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ തുടങ്ങാൻ എന്നുള്ളതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. എല്ലാവർക്കും ഹാപ്പി ഡേ.